വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച നിക്ഷേപ സംഗമം സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ കാലയളവിൽ 23,000 കോടി രൂപയുടെ നിക്ഷേപവും 7.75 ലക്ഷം തൊഴിലവസരങ്ങളും 1,80,000 സ്ത്രീ സംരംഭകരെയും സൃഷ്ടിക്കാനായെന്നും 31 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കാണ് ഒരു വർഷം കൊണ്ട് അനുമതി നൽകിയതെന്നും ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിനായി 80 അപേക്ഷകളാണ് സർക്കാരിന് മുന്നിലെത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പഠിച്ചുകൊണ്ടുതന്നെ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ 50 കോടി രൂപയിൽ താഴെ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾക്ക് മിനിറ്റുകൾക്കകം അനുമതി ലഭിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. വ്യവസായങ്ങൾ തുടങ്ങി ലൈസൻസ് എടുക്കുന്നതിനുള്ള സമയപരിധി 3.5 വർഷമായി വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് തീരുമാനമെടുത്തുവെന്നും മന്ത്രി പറഞ്ഞു. നിക്ഷേപ സംഗമത്തിൽ ഉണ്ടായ സംരംഭങ്ങളും പുതിയ സംരംഭക സാധ്യതകളും പരിശോധിക്കുന്നതിനായി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ, വ്യവസായ വകുപ്പ് ജില്ലാ ജനറൽ മാനേജർ തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതി രൂപീകരിക്കുമെന്നും എല്ലാ മാസവും അവലോകനം നടത്തി 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വ്യവസായ വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിക്കണമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. കയർ മുതൽ പപ്പടം വരെയും തുണിത്തരങ്ങൾ മുതൽ വിളക്കുതിരി വരെയുമുള്ള ചെറിയ സംരംഭങ്ങൾക്ക് അനന്ത സാധ്യതകളാണ് വൈക്കം പോലുള്ള സ്ഥലങ്ങളിലുള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. പുതിയ പ്രൊഡക്റ്റുകൾ എത്രമാത്രം സാധ്യമാകും. പിന്നെ നിങ്ങൾക്ക് IT ഇതിലെല്ലാം തന്നെ സാധ്യതകളുണ്ട്. IT പാർക്ക് അപ്പോൾ അത് സർക്കാർ ചെയ്യുന്നു. സർക്കാർ ഇപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഒരു വർഷം 31 പാർക്കിന് കേരളത്തിൽ അനുമതി. 31 പാർക്ക്. ഇപ്പൊ നമ്മൾ ഈ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളിലൊന്ന് അത് മൊത്തം ആ ഏരിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മൾ നിയമപരമായി പിൻബലം ഉണ്ടായില്ല. നേരത്തെ ജില്ലയിലാണ് ബോർഡ് രൂപീകരിക്കാൻ പറ്റുള്ളൂ. ഓരോ പാർക്കിനും ബോർഡ്, ആ പാർക്കിന്റെ CEO പെർമനന്റ് ഇൻവൈറ്റ് 31 പാർക്കിന് അനുമതി. ഇനി അദ്ദേഹം പറഞ്ഞ പോലെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞത് മന്ത്രി പ്രഖ്യാപിക്കില്ല. കാരണം മന്ത്രിയെ കാണുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യാനേ പാടില്ല. എല്ലാം ഓൺലൈനാണ്. നിങ്ങൾ അപേക്ഷിച്ചോ, മാനദണ്ഡമോ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്തെടുത്തിട്ട് വച്ചിട്ട് തുടങ്ങി. പ്രിന്റ് എടുത്തില്ലേ കുഴപ്പമില്ല. ചടങ്ങിൽ വൈക്കം സ്വദേശികളായ സംരംഭകരെ മന്ത്രി പി രാജീവ് ആദരിച്ചു. വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജെൻഡർ സ്റ്റാറ്റസ് പഠന റിപ്പോർട്ട് ഉന്നതി CK ആശ MLAക്ക് നൽകി മന്ത്രി പി രാജീവ് പ്രകാശനം ചെയ്തു. ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KK ഗണേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PS പുഷ്പമണി, ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി, നഗരസഭ വൈസ് ചെയർമാൻ PT സുഭാഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുകന്യ സുകുമാരൻ, P പ്രീതി, PK ആനന്ദവല്ലി, ശ്രീജി ഷാജി, KR ശൈലകുമാർ, രമേഷ് P ദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MP അനിൽകുമാർ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ VR രാജേഷ്, BDO K അജിത് എന്നിവർ പ്രസംഗിച്ചു. വ്യവസായ ടൂറിസം വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ CK ആശ MLA നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. വൈക്കത്തിന്റെ വികസനത്തിന് കുതിപ്പേകാൻ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച നിക്ഷേപക സംഗമത്തിൽ 135 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രഞ്ജിത്ത് പറഞ്ഞു. ഹോസ്പിറ്റാലിറ്റി, വിനോദസഞ്ചാരം, ഫ്ളാറ്റ് നിർമ്മാണം, ഹൈഡ്രജൻ വാട്ടർ ഉൽപാദനം, റിസോർട്ടുകൾ തുടങ്ങി വിവിധ മേഖലകളിലാണ് സംരംഭകർ നിക്ഷേപ സന്നദ്ധത അറിയിച്ചത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.